ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും അവിടുത്തെ മഹാദേവനാലും ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവേഷ്ടത്തിനായി സമ്പൂർണ്ണമായി നമുക്ക് നമ്മളെ തന്നെ ദൈവഹിത നമ്മളിൽ കൂടെ നിർവഹിക്കപ്പെടുവാൻ കൊണ്ട് നമ്മളെ സമർപ്പിക്കാം. ഇതുവരെ നടത്തിയ ദൈവത്തിൻ്റെ കൃപകളെ ഓർക്കാം. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. സ്റ്റെഡ് ഫാസ്റ്റ് ലവ്, ദയ, നിരന്തരമായുള്ള നിലനിൽക്കുന്ന ദയ, മാറാത്ത ദയ, അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. തിരുവെഴുത്തുകൾ നമുക്ക് ആശ്വാസം പകരുന്നതാണ്, പ്രബോധനം തരുന്നതാണ്, നമുക്ക് വഴി കാണിച്ചു തരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തിയിൽ ഇസ്രായേൽ മക്കളെയും അറിയിച്ചുവെന്ന്. പഴയ നിയമത്തിൽ അപ്രകാരമാണെങ്കിൽ പുതിയ നിയമ സഭയിൽ വഴിയായി യേശു തന്നെ വഴിയാകുകയാണ്. അപ്പം എല്ലാവർക്കും വഴി ലഭിക്കുകയാണ്. ഭോഷന്മാർ പോലും വഴി തെറ്റുകയില്ല എന്ന ശപ്രവാൻ പുസ്തകത്തിലൊരു വാക്യമുണ്ട്. ആ വിശുദ്ധ വഴിയിൽ കൂടെ, ഒരു ഹൈവേ എന്നാണ് പറയുന്നത്. ഒരു വശത്തിൽ അതങ്ങനെ പറയുന്നു, മറ്റൊരു വശത്തിൽ കർത്താവ് ഇടുക്കമുള്ള വഴി എന്ന് പറയുന്നെങ്കിലും ദാറ്റ്സ് ഹൈവേ. ഹൈവേ മീൻസ് അതിൽ കൂടെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാം. ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല എന്ന് പറയുകയാണ്. ഭോഷന്മാർ പോലും വഴി തെറ്റിപ്പോകുകയില്ല. നമ്മൾ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ, ദൈവഹിതമനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നിനും നമ്മളെ അഫക്റ്റ് ചെയ്യുക, നമ്മളെ ബാധിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യമായിരിക്കും. അതാണ് തിരുവെഴുത്ത് പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. എല്ലാറ്റിനും നമ്മൾ സ്വതന്ത്രരാകും. പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നെല്ലാം നമ്മൾ സ്വതന്ത്രരാകും. അത് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. റോമർ ലേഖനത്തിലെ പ്രകാരം ഒരു വാക്യമുണ്ട്, നാം കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുകയില്ല. പാപം നമ്മളെ ഭരിക്കുകയില്ല എന്നതിൻ്റെ അർത്ഥം. പാപം നമ്മളെ കർത്തൃത്വം നടത്തുകയില്ല. എന്നാൽ ക്രിസ്തുവിലാകുന്നതിന് മുമ്പ്, ദൈവകൃപയിലാകുന്നതിന് മുമ്പ് പാപം നമ്മളെ വാണിരുന്നു, പാപം നമ്മളെ അടിമപ്പെടുത്തിയിരുന്നു, പാപം നമ്മളെ നയിച്ചിരുന്നു. എന്നാൽ നമ്മൾ ദൈവത്തിലേക്ക് വരുന്ന അവസരത്തിൽ എന്ത് ചെയ്യുന്നു? ആ കൃപ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിൽ, കൃപയുടെ ആ സംരക്ഷണത്തിലാകുന്ന സമയം കൃപ നമ്മളെ ഭരിക്കുക, ദൈവത്തിൻ്റെ കൃപ. അതുകൊണ്ട് നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവരായി മാറുകയാണ്. വി ആർ നോട്ട് ബോണ്ടഡ്. നമ്മൾ ആ പാപത്തിനോട് ഒരു ബന്ധനവുമില്ലാത്ത അവസ്ഥയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാൻ ദൈവകൃപ നമ്മളെ സഹായിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് കർത്താവ് പിതാവാൻ ദൈവം നമുക്ക് വേണ്ടി മറുവിലയായി തന്നത് തൻ്റെ പുത്രനാണ്. ആ പുത്രൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവർ. നമ്മുടെ ശാപങ്ങളെല്ലാം ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട്, നമ്മുടെ പാപത്തിൻ്റെ ശമ്പളം ഏറ്റുവാങ്ങിയ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് മുഖാന്തരമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടു, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമ മഹാദയമുള്ളവൻ എന്നാണ് പറയുന്നത്. അവൻ എല്ലായ്പ്പോഴും ഫലസഹിക്കില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കില്ല. ദൈവം കോപിക്കും, പക്ഷെ കോപം സംഗ്രഹിക്കാത്തവനാണ്. ദൈവകോപത്തിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്, അത് വെറുതെയല്ല. ദൈവത്തിന് കോപിക്കാൻ അനുവാദം, കാരണം സൃഷ്ടാവാണ്, ദൈവമാണ്, അല്ലേ? ഒരു മക്കളുടെ മേൽ കോപിക്കാൻ അവരുടെ പിതാക്കൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്, മാതാപിതാക്കൾക്ക്. ഇപ്പം നമുക്കറിയാം, ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷ വിധിക്കാൻ, അവരുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാൻ അവർക്ക് അനുവാദമുണ്ട്. എന്നാൽ ഒരു അന്യൻ വന്ന് ശിക്ഷിച്ചാൽ അത് കുറ്റകരമായി തീരുകയാണ്, കാരണം അവർക്ക് അവകാശമില്ല എന്നുള്ളതാണ്. ഇവിടെ ദൈവത്തിൻ്റെ കോപത്തിന് കോപം സംഗ്രഹിക്കാത്തവനാണ്, ക്ഷമിക്കുന്ന ദൈവമാണ്. ഇനി 10ാമത്തെ വാക്യം മുതൽ പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങൾ, കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളെ ഓർത്താൽ ആർ നിൻ്റെ മുമ്പിൽ നിലനിൽക്കും എന്നൊരു വാക്യമുണ്ട്. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർത്താൽ ആർക്ക് നിൻ്റെ മുമ്പിൽ നിലനിൽക്കാനായിട്ട് പറ്റും? ആർക്കും നിൽക്കാൻ പറ്റും? ആർക്കും പറ്റുകയില്ല. 130 സങ്കീർത്തനത്തിലാണ് അതിന് പറയുന്നത്. 130:3 പറയുന്നുണ്ട്, യഹോവേ, നീ അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ കർത്താവെ ആരും നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. അതാണ് അതിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. പാപങ്ങളെ ഓർത്താൽ ആർക്ക് ദിവസം നിൽക്കാൻ പറ്റും? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്തെ നഷ്ടപ്പെടുത്തിയവരായി തീർന്നു. അങ്ങനെയുള്ള നീതികെട്ടവരെ തേടിയാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ എത്രയും മനസാന്തരത്തിന് വിളിപ്പാൻ വന്നതെന്ന് പറയാം. മനസാന്തരമാണ് പാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ഏറ്റവും ആദ്യപടി എന്ന് പറയുന്നത്.
ഇവിടെ പറയുകയാണ്, അവരെങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾക്കൊത്തോണ്ട് നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണ്ട് നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ഹി ഡസ് നോട്ട് ഡീൽ വിത്ത് us according to our sins nor repay us according to our iniquities. പാപവും അതിക്രമവും രണ്ടും എന്താണ്, അത് രണ്ടിനും ദൈവം നമ്മുടെ അതിന് തക്കവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. ഇനിക്വിറ്റി ആൻഡ് സിൻ അല്ലെങ്കിൽ പാപമൊന്നും അകൃത്യമൊന്നും, പാപം ഒരു കോമൺ ആയിട്ട് ഉള്ളതാണ്, അത് പാപം എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒരു പടി കൂടെ കടന്നതാണ്, കുറച്ചും കൂടെ സിവിയറാണ് അകൃത്യം എന്ന് പറയുന്നത്. അത് സിൻഫുൾ ഒഫൻസസ് വിത്ത് കോൺഷ്യസ് എന്നൊക്കെ അവിടെ പറയാം. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, ഡെലിബറേറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അതിക്രമങ്ങൾ, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു പോയതായ പാതകങ്ങൾ എല്ലാം, രണ്ടും അവിടെ അതെല്ലാം ക്ഷമിക്കപ്പെടുകയാണ് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ. ഓർത്ത് അനുദപിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ അകൃത്യങ്ങളും പാവങ്ങളും എല്ലാം ദൈവം ക്ഷമിക്കുന്നതായിട്ടാണ് അവിടെ പറയുന്നത്. അതെങ്ങനെയാണെന്നൊരു 2 എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കും, 2 ഉദാഹരണങ്ങൾ. ഒന്ന് അവിടെ പറയുന്ന, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ, അത് 2 ഇത് പറയുന്നതാണ്. അവൻ്റെ ദയയെക്കുറിച്ച് പറയണം ആദ്യം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അതൊരു എക്സ്പ്ലെയിൻ ചെയ്യുക, ഒരു ഉദാഹരണം കാണിക്കാം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുകയാണ്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദയ നമ്മോട് വലുതായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു സദൃശ്യപ്പെടുത്തി പറയാം. രണ്ടാമത്തേത്, ആ ദയ കൊണ്ട് ദൈവം നമ്മളോട് ക്ഷമിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കുമെന്ന് മറ്റൊരു ഉദാഹരണത്തിൽ, 2 പ്രകൃതിയിലെ നേച്ചർ ഇത് കാണിക്കുക. ഉദയം അസ്തമയത്തോട് അകർന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങൾ നമ്മൾ അകറ്റിയിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നു, അത് രണ്ടും ഒരിക്കലും ചേരുകയില്ല. ഒരിക്കലും അത് ചേരാത്തതുപോലെ നമ്മുടെ പാപങ്ങളെ ദൈവം നമ്മോട് അകറ്റിയിരിക്കുന്നു പറയുന്നത്. ആസ് ഫാർ ആസ് ദ ഈസ്റ്റ് ഈസ് ഫ്രം ദ വെസ്റ്റ്, സോ ഫാർ ഹി റിമൂവ്സ് അവർ ട്രാൻസ്ഗ്രഷൻസ് ഫ്രം അസ്. ഈ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ ചേരാത്ത പോലെ ഉദയം അസ്തമയം ഒരിക്കലും ഒന്നിച്ചു വരത്തില്ലല്ലോ, രണ്ടും എന്ന് പറഞ്ഞാൽ അകറ്റിയിരിക്കുന്നത്. അതിൻ്റെ ആ ഗ്രേറ്റസ്റ്റ് എന്നാ പറയുന്ന വലിയ ക്ഷമയാണ് ദൈവം കാണിക്കുന്നത്. ഓർക്കുന്നില്ല, നമ്മൾ അകറ്റുകയാണ്, ലംഘനങ്ങൾ അകറ്റുകയാണ്, പിന്നെ നമ്മളെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ കുറ്റബോധം നമ്മൾ ഭരിക്കപ്പെടുന്നില്ല. തെറ്റുകൾ സംഭവിച്ചാൽ കുറ്റബോധം ഒരർത്ഥത്തിൽ നല്ലതായ കുറ്റബോധമുണ്ട്, പാപബോധമുണ്ട്. എന്നാൽ ആ പാപബോധം, നമ്മൾ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്നില്ലെങ്കിൽ കുറ്റബോധത്താൽ നമ്മുടെ മനസ്സാക്ഷി വ്രണപ്പെടുവാനും അത് ദുർബലപ്പെടുവാനൊക്കെ ഇടയാകും. കുറ്റബോധത്തിന് പിന്നിൽ എപ്പോഴും കുറ്റം വിധിക്കുന്നത് നമ്മൾ തെറ്റായ അപവാദം പറയുന്ന ശത്രുവായ സാത്താൻ. ആ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ ആ കുറ്റാരോപണം ദൈവം നമ്മൾ മോചിതരാകുകയാണ് അല്ലേ. ദൈവം നമ്മളോട് ക്ഷമിച്ചു എന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടുമ്പോൾ പിന്നെ വി ആർ ഫ്രീ. ശത്രുവിനോട് അവനോടല്ല നമുക്ക് കാര്യം. ശിക്ഷ വിധിക്കുന്ന ദൈവമാണ്, ന്യായാധിപൻ ദൈവമാണ്. പക്ഷേ തെറ്റുകൾ കണ്ടിട്ട് അവൻ കുറ്റാരോപണം ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ അതിൽ നമ്മൾ രക്ഷപ്പെടാൻ എന്താണ്? ദൈവസന്നിധി നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിരപ്പാകുക എന്നുള്ളതാണ്. ദൈവത്തോട് നമ്മൾ നിരപ്പാകുക. കർത്താവെ, അറിഞ്ഞും അറിയാതെ വന്നുപോയ തെറ്റുകൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ക്ലെൻസ് ചെയ്യുക. പുത്രൻ്റെ രക്തത്തെ നമ്മൾ ആശ്രയിക്കുക. യേശുവിൻ്റെ രക്തം സകല പാപങ്ങൾ. അതാണ് പാപമില്ല എന്ന് പറയുന്നത് നമ്മെ തന്നെ വഞ്ചിക്കുന്നു. എന്നാൽ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നെങ്കിൽ അവൻ സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനാണ് എന്ന് പറയുന്നത്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മളുടെ തെറ്റുകൾ സംഭവിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ ദൈവത്തിൻ്റെ ഏറ്റുപറയുകയാണ്. കർത്താവെ, പാപങ്ങൾ ക്ഷമിക്കണമേ, തെറ്റുകൾ അറിഞ്ഞും അറിയാതെ വന്ന് ക്ഷമിക്കണമേ. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കുകയാണ്. അതിനെ സദൃശ്യപ്പെടുത്തി പറയാം, ആ ക്ഷമിച്ചതായ തെറ്റുകൾ ഇറ്റ്സ് നോട്ട് വാലിഡ്, അത് വാലിഡ് അല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ചില ടിക്കറ്റൊക്കെ ചിലത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വാലിഡ് അല്ല അല്ലേ. ഇപ്പോൾ എക്സ്പയറി ഡേറ്റ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി, ATM കാർഡിൽ തന്നെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല അത് എന്ന് പറഞ്ഞ പോലെ. അതുപോലത്തെ യാത്രകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടിക്കറ്റുകൾ, അത് ആ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് പഞ്ചിങ് എന്തെങ്കിലും അതിനകത്തൊരു അവരുടെ ഒരു സീൻ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വാലിഡ് അല്ല, അതുകൊണ്ട് പിന്നെ യാത്രയ്ക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ പോലെ ക്ഷമിക്കപ്പെട്ട പാപങ്ങളുടെ മേൽ ശത്രുവിന് ഒരു അധികാരവുമില്ല. അതെല്ലാം കീറിക്കളഞ്ഞതുപോലെ എല്ലാം. അതാണ് പാപക്ഷമ എന്ന് പറയുന്നത്. അത് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അകറ്റിക്കളയുകയാണ്. തുടർന്ന് നമ്മൾ കാണുകയാണ് അവിടെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു,
അതിന് ദൈവത്തിന് നമ്മളോട് എങ്ങനെയാണ് കരുണ തോന്നുന്നതെന്ന് പറയുന്നത്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, പൊടി എന്നവൻ ഓർക്കുന്നു. ദ ഗ്രേറ്റസ്റ്റ്, അതായത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായതെന്ന് പറയുന്നത് ദൈവത്തെ അപ്പായ പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളത്. മറ്റുള്ള റിലീജിയൻസിലൊക്കെ ദൈവത്തെ അന്വേഷിച്ച അവർ കണ്ടെത്തിയ പല ഇതുമുണ്ട്, പക്ഷേ അവർക്ക് അതിനൊന്നും അങ്ങനെ വിളിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന, എനിക്ക് തോന്നുന്നു ഒരു സോക്രട്ടീസിൻ്റെയാണ്, കാറൽ മാർക്സിൻ്റെയാണെന്ന് ഒരു മകൾ, ആ ഒരു കുട്ടി രൂപാന്തരപ്പെടാൻ ഇടയായിത്തീരുന്നത് ഈ കർത്തൃപ്രാർത്ഥനയുടെ വാക്കുകളാണെന്ന് പറയുന്നത്. അവർ ഫാദർ, ഹെവൻലി ഫാദർ, അവർ ഫാദർ ഇൻ ഹെവൻ എന്ന് പറയുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് ആ കുട്ടിയുടെ. പിതാവ് ആ ദൈവവിശ്വാസിയല്ല, പക്ഷെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥനയാണ്, ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് രൂപാന്തരപ്പെടുത്തിയെന്നാണ് പറയുന്നത്. എത്ര മനോഹരമാണ് ആ പ്രാർത്ഥന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഇംഗ്ലണ്ടിലാണ് നടന്ന ഒരു സംഭവം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അത് ഇത്രയേ ഉള്ളൂ. ഒരു പിതാവ്, അദ്ദേഹം തൻ്റെ വീട്ടിൽ ആ അപ്പനെ കണ്ടിട്ടുണ്ട് ആ കുഞ്ഞ്. എന്നാൽ ഇവരൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ ആ ഫംഗ്ഷനിലേക്ക് ഒരു സൈനിക എന്തോ പ്രോഗ്രാമിൽ പങ്കെടുത്ത്, അപ്പോൾ സൈനിക പ്രോഗ്രാം പങ്കെടുക്കുമ്പോൾ സൈനിക വേഷമാണ് ആ പിതാവ് ധരിക്കുന്നത്, ഈ കുട്ടിയുടെ അപ്പൻ ധരിക്കുന്നത്. അപ്പോൾ അത് ധരിച്ചുകൊണ്ട് തന്നെ ഒരു പൊതു മീറ്റിങ്ങിൽ, അതിനോടനുബന്ധിച്ചുള്ള ചേർന്നുള്ള അതിനോട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങിൽ ആ വസ്ത്രം അഴിച്ചു വെക്കാതെ തന്നെ പ്രത്യക്ഷപ്പെടുകയുണ്ട്. അപ്പോൾ ആ കുട്ടിയുമുണ്ട്, ആ കുടുംബങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി ആ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഒച്ചത്തെ വിളിച്ചു, അയ്യോ അതെൻ്റെ അപ്പനല്ലേ എന്ന് ചോദിക്കുക. അദ്ദേഹം സൈനിക വേഷത്തിലാണ്, ആ ഔദ്യോഗിക പദവിയുടെ വേഷം ധരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഇതിൽ ഇടയ്ക്ക് വിളിച്ചു, അതെൻ്റെ അപ്പനല്ലേ എന്ന്. അപ്പോൾ നമ്മളെ ന്യായം വിധിക്കുന്ന, അല്ലെങ്കിൽ അത് അവിടുന്ന് നമ്മുടെ പിതാവാണെന്ന് ഓർക്കുമ്പോഴാണ് അവിടെ ഇത് ദയ. അതാണ് യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് ദയ തോന്നുന്നു, കരുണ തോന്നുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നമ്മൾ ചിന്തിക്കുക, ദൈവം എന്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതെന്നറിയാമോ? ദൈവം അതിന് മറുവിലേക്ക് അയച്ചു ചെയ്തു, അതിനെന്ത് ചെയ്യുന്ന, ദൈവം ഇത് ചെയ്തു, അതിന് പ്രതിവിധി ചെയ്തു. എൻ്റെ പ്രതിവിധി, നമ്മുടെ തെറ്റിനുള്ള ശിക്ഷ പുത്രൻ ഏറ്റുവാങ്ങി, അതുകൊണ്ടാണ് നമുക്ക് പാപക്ഷമ കിട്ടുന്നത്. അങ്ങനെ ആർക്കും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ശിക്ഷ വിധിച്ചു, ഒരു ഫൈൻ അടിച്ചു, ഒരു ട്രാഫിക് ലംഘനം നടന്നു, ശിക്ഷ വിധിച്ചു, 500 രൂപ ഫൈൻ. അദ്ദേഹത്തെ രക്ഷിക്കാം എങ്ങനെ? 500 അടച്ചാൽ അദ്ദേഹം രക്ഷപ്പെടാം. 500 അടയ്ക്കാൻ അദ്ദേഹത്തിന് വയ്യത്തില്ലെങ്കിൽ ആർക്കെങ്കിലും അതിന് പകരം അടയ്ക്കാം. പകരം അടച്ചാലേ അതിന് മോചനമുള്ളൂ, രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് പകരം ചെയ്യാൻ പറ്റാതിരുന്ന പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം, അത് കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തത് കൊണ്ട് നമുക്ക് പിതാവാം ദൈവം നമുക്ക് പാപക്ഷമ തരിക, പുത്രൻ മുഖാന്തരം. അതാ പറയുന്നത്, പുത്രൻ മുഖാന്തരമാണ് നമുക്ക് ആ പാപക്ഷമയൊക്കെ കിട്ടുന്നത്. അതിനുള്ള കോമ്പൻസേഷൻ, വാക്ക ശരി, കോമ്പൻസേഷൻ ആ കർത്താവ് കൊടുത്തു തീർത്തു. നമ്മളത് വിശ്വസിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുമ്പോൾ നമുക്കത് ദൈവം ഫ്രീ ഗിഫ്റ്റായിട്ട് തരികയാണ്, സൗജന്യമായി. അത് നമുക്ക് തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിട്ടല്ല, അത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം വരുമ്പോൾ നമ്മൾ തിന്മ ചെയ്യുകയില്ല, പാപത്തെ സ്നേഹിക്കുകയില്ല. ഒരു പാട്ടുണ്ടല്ലോ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനീ പോകുമോ ദൈവത്തിൻ പൈതല ജീവിക്കുന്ന നിശ്ചയം. ആ സ്നേഹത്തിലാണ് നമ്മൾ തെറ്റെന്ന് കകന്നിരിക്കുന്നത്. ശിക്ഷയെ ഭയന്നല്ല, നമുക്ക് തന്ന രക്ഷയെ പകുന്നത്, രക്ഷേൻ്റെ സ്നേഹത്തെ ഓർത്താണ്. ആ സ്നേഹമാണ്, ദൈവസ്നേഹമാണ് നമ്മുടെ തിന്മകൾ അകറ്റുന്നതും നമ്മളെ നന്മയിൽ വളർന്നു വരാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആ പിതൃഹൃദയത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവം അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടി എന്നവൻ ഓർക്കുന്നതാണ്. നമ്മൾ എന്നാണ് ദൈവത്തിന് അറിയാം, നമ്മളറിയുന്നതിനേക്കാൾ നമ്മളെ നന്നായി അറിയുന്ന ദൈവം, ആ ദൈവം നമ്മളെ കൊടുക്കുകയാണ് ശ്രേഷ്ഠമായ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അറിയുന്നതിനേക്കാൾ ഞങ്ങൾ അറിയുന്ന നല്ല ദൈവമേ, അവിടെ ഞങ്ങളുടെ പിതാവായിരിക്കുക, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുത്രനെ നൽകുവാൻ കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായ സ്തോത്രം. പുത്രൻ നിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങൾക്ക് മറുവിലയായി തീർന്ന് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് പാപങ്ങളെല്ലാം ചുമന്നൊഴിച്ച് കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ ഞങ്ങൾക്ക് മറുവിലയായി തന്ന സ്നേഹത്തിനായി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഈ സത്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ആഴത്തിൽ ഈ നാളുകളിൽ മനസ്സിലാക്കി തരണമേ. എല്ലാം നന്മ നിറയ്ക്കണം, മുഖത്തോട്ട് മാത്രം കൊടുക്കണം. ആമേൻ. ദൈവം തന്ന സ്നേഹം എൻ ജീവിതമാകെ മാറ്റി, കാൽവരി ക്രൂശിലെ സ്നേഹം, സ്വന്തം പുത്രനെ നൽകിയ സ്നേഹം, ആ സ്നേഹം തന്നൊരു മോചനം
സ്വന്ത ജീവൻ നൽകിയ യേശുവേ